നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ ലണ്ടനിലേക്ക്. ഇത് ജീവിത സൗഭാഗ്യമെന്ന് മുണ്ടിയാട് സ്വദേശിയും മുത്തപ്പൻ കോലാധാരിയുമായ ജയാനന്ദൻ പെരുവണ്ണാൻ. അണിയലങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ ഇവർ യാത്ര തിരിക്കും. സംഘത്തിൽ സജിൻ മടിയൻ, വിനോദ് പണിക്കർ, സനോജ് കണ്ണാടിപ്പറമ്പ്, അക്ഷയ് എന്നിവരുമുണ്ട്. ലണ്ടനിലെ ഒരു പറ്റം നല്ല വിശ്വാസികൾ, അവർക്ക് മുത്തപ്പനോട് അഭേദ്യമായ ഭക്തിയും ആ ഭക്തി കൊണ്ട് അവർ അവിടുന്ന് മുത്തപ്പനെ കാണണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അവരിൽ ഒരാൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേട്ടാ ഇങ്ങനെ വെള്ളാച്ചേരി വടപ്പരന്നായിരുന്നു ലണ്ടനിൽ മുത്തപ്പൻ ചെയ്യണം, അതിനെ ഒന്ന് വന്ന് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പോൾ ഇത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് ഈ ദേവചൈതന്യത്തെ അവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ പാസ്പോർട്ടുകളൊക്കെ അയച്ചു തരണം, വന്ന് ചെയ്യണം, അത് ഏകദേശം ഈ സമയത്തിനുള്ളിലായിരിക്കും. ജൂൺ മാസം 15 മുതൽ അങ്ങോട്ടേക്ക് 24 തീയതി വരെ ലണ്ടനിലെ ഓരോ 4 സ്ഥലങ്ങളിലായിട്ട് ചെയ്തു തരണം ചേട്ടാന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത്. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആദ്യമായിട്ടാണ് പോകുന്നത് ലണ്ടനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിശ്വാസപ്രകാരം അവിടെ പോയിട്ട് തെയ്യം കഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. അതേ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ട് വിശ്വാസ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രയും ഭംഗിയായിട്ട് ചെയ്യാം. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് പോയിട്ട് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിലും എൻ്റെ സംഘത്തിലും ഇപ്പോഴും നിക്ഷിപ്തമായിരിക്കുന്നത്. ആ കർത്തവ്യം ഭംഗിയായി ചെയ്യാനുള്ള കരുത്ത് തരണേ എന്ന് മുത്തപ്പനോടും അതുപോലെ ഉപാസനാമൂർത്തികളായ അടയാർ ഭഗവതിയോടൊക്കെ പ്രാർത്ഥിക്കാം. ലണ്ടനിലെ എൻ്റെ അറിവ് പ്രകാരം ആദ്യമായിട്ടാണ് മുത്തപ്പൻ ലണ്ടനിലേക്ക് പോവുകയും ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ ഞങ്ങൾ ഈ സംഘം തന്നെ, ഞങ്ങൾ ഈ ഇപ്പോൾ കൂടെയുള്ള സംഘം തന്നെ ഞങ്ങൾ ഗൾഫ് നാടുകളിൽ, ബഹ്റൈനിൽ, ആദ്യമായിട്ട് ബഹ്റൈനിലാണ് പോയത്. പിന്നെ ഒരു 3 തവണ ദുബായിൽ പോയി. പിന്നെ അഗൈൻ വീണ്ടും പിന്നെ ഇവിടത്തേക്ക് ബഹ്റൈനിലേക്ക് പോയി. അങ്ങനെ 4-5 തവണ ഞങ്ങൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ യൂറോപ്പിലേക്ക് ആദ്യമായിട്ടാണ് തെയ്യം, അതും വിശ്വാസ അനുഷ്ഠാന പ്രകാരം തെയ്യം കെട്ടാൻ ഇങ്ങനൊരു ക്ഷണം കിട്ടിയത് ആദ്യമായിട്ടാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.